Hello friends, ഇന്നത്തെ പൈത്തൺ ട്യൂട്ടോറിയൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അത് പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സി ചെയ്യുന്ന സമയത്ത് നമ്മൾ first.c അല്ലെങ്കിൽ first.cpp അല്ലെങ്കിൽ hello.java എന്നൊക്കെ പറയുന്ന മാതിരി എങ്ങനെ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫയൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ റൺ ചെയ്യാം എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് ഇപ്പോൾ പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് .py എന്നാണ്. എന്താ വെച്ചാൽ ഫയൽ നെയിം .py എന്ന് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടെർമിനലിൽ നമ്മൾ പൈത്തൺ അടിച്ച് കയറിയിട്ട് അതിൽ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാൻ നോക്കി, 2 നമ്പർ ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പൈത്തൺ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള നമ്മളെ കോഡ് നമ്മളിവിടെ എഴുതുന്നു. പ്രിൻ്റ് ഹലോ വേൾഡ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടോ എവിടെ ഡെസ്ക്ടോപ്പിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമ്മളെല്ലാ പൈത്തൺ പ്രോഗ്രാമും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈത്തൺ എന്ന് പറഞ്ഞാൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം കൊടുക്കുന്ന സമയത്ത് പൈത്തൺ പ്രോഗ്രാം ആയതുകൊണ്ട് .py എന്ന് കൊടുക്കും. ഇനി നമ്മളത് സേവ് ചെയ്യുക. അപ്പോൾ ഉണ്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ നമ്മൾ പൈത്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഐഡി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാണിച്ചു തരും. ഇതിപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നമുക്ക് ഐഡി വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ ടെർമിനലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ കൊടുത്താൽ പൈത്തൺ -V എന്ന് കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പൈത്തണിൻ്റെ വേർഷൻ വന്നിരുന്നു. അപ്പോൾ ഇതേ കമാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ആ ഫയൽ നെയിമിൻ്റെ മുന്നിൽ അത് കൊടുത്താൽ മതി. അതുകൊണ്ടോ പൈത്തൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുണ്ടോ, first.py എന്ന് പറഞ്ഞ ഫയൽ. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ എന്ന് പറഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഫയൽ നെയിം നമ്മളിവിടെ കൊടുക്കണം. കണ്ടോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ഒരു വേരിയബിൾ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തൊന്ന് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് പറഞ്ഞ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്തു, ബി ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. ഇത് നമ്മൾ ആഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് a+b എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ എഡിറ്റിംഗ് നടന്നുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ സേവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ഉണ്ടോ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മളൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷനിൽ പോയാൽ ഹോമിൻ്റെ അകത്ത് പൈത്തൺ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടോ, പൈത്തണിൻ്റെ സിമ്പിളൊക്കെ വന്നു. നമ്മൾ .py കൊടുത്തു. ഇത് നമുക്ക് ഇവിടെ പോയിട്ട് നേരിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്താൽ ഇതിൽ ഓപ്പൺ ചെയ്യും. ഇതിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. സേവ് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ആ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യിച്ചു, 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കി. ഓക്കെ, താങ്ക് യു.